ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ദേവയാനി പറയുന്നുണ്ട്, നയനയുടെ ഡിസൈനൊക്കെ വളരെ മനോഹരമാണ്, അത് അതിനുള്ള തെളിവ് ഇത് കണ്ടോ എന്ന് പറഞ്ഞ് നയന ആ മാല ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് അനാമികയും ജലജയും കാണിക്കുന്നുണ്ട്. അപ്പം രണ്ടുപേർക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നേ ഇല്ല. അന്നേരം ജലജ മനസ്സിലോർക്കുന്നുണ്ട്, ഈ മാലയല്ലേ അഭി എടുത്ത് നയനയുടെ ബാഗിൽ വെച്ചത്, ഇവിടെ എന്താ തിരിമറി നടത്തിയത്, എങ്ങനെയാണ് ഇത് മാറിപ്പോയത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഡിസൈൻ ഈ പ്രാവശ്യം വിഷുവിന് നന്നായിട്ട് സെയിലാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നതിലും കൂടുതലായിരിക്കും എന്നൊക്കെ പറയും. അവളുടെ ഡിസൈൻ മികവിനെ നമ്മൾ എന്തായാലും താത്തിക്കെട്ടാൻ പറ്റത്തില്ലല്ലോ. അവളെ നേരിട്ട് ഇതൊന്നും പുകഴ്ത്തി പറയാനൊന്നും പറ്റത്തില്ല. പക്ഷേ അത് ഞാൻ നിങ്ങളോടങ്ങ് പറയുക, അവൾ വരയ്ക്കുന്ന ഡിസൈനൊക്കെ വളരെ മനോഹരമാണ്. എനിക്കാണെങ്കിൽ അത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്തായാലും എനിക്കിത്രയും ഒരു നെക്ലേസ് മേടിക്കണമെന്ന്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഏട്ടത്തി, നമ്മളൊക്കെ ഇപ്പം 40-45 വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പം നെക്ലേസിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന്. അതിനെന്താ 40 വയസ്സോ 45 വയസ്സെന്നൊക്കെ പറയുന്നത് നെക്ലേസ് ഇടാൻ പാടില്ലാത്ത പ്രായമൊന്നും അല്ലല്ലോ. എനിക്കാണ് നെക്ലേസ് ചേരുമെന്ന് ജയേട്ടനും ആദർശവും ഒക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിക്കും തീരുമാനിച്ചെന്ന് പറയും. നയനയുടെ കഴുത്തിൽ ആ മാല കിടക്കുന്ന കാണുമ്പോഴത്തേനും അനാമിക ചോദിക്കുന്നുണ്ട്, ഇത് ആദർശേട്ടൻ അവൾക്ക് മേടിച്ചു കൊടുത്താണെന്ന്. മേടിച്ചു കൊടുത്തൊന്നും അല്ല, അവൾ ഡിസൈൻ ചെയ്ത മാലയാ, അത് അവളെ ഇടിച്ച് ജുവലറിയിൽ പ്രദർശിപ്പിച്ചത് ആദർശം എന്ന് പറയും. നമ്മളാണെങ്കിൽ അവളെ താത്തി കെട്ടാനും അവളെ ഇവിടുന്ന് പുറത്താക്കാനും പല മാർഗങ്ങളും നോക്കുന്നുണ്ട്. പക്ഷേ അവൾ ഒന്നിനൊന്ന് ഇവിടെ ഉയർന്നുയർന്ന് വരിക ചെയ്യുന്നത്. താമസിയാതെ ഇവൾ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ തലപ്പത്തേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേനും ജലജയ്ക്കും അനാമികയ്ക്കും അങ്ങ് കാലി സഹിക്കാൻ പറ്റുന്നില്ല. അതിനൊന്നും ഉള്ളത്ര ഒന്നുമില്ല, വലിയ ഭംഗിയൊന്നും ഉള്ള ഡിസൈനൊന്നും അല്ല എന്നൊക്കെ ജലജ പറയും. ഉടനെ അനാമികയും പറയും, ശരിയാണെന്ന്, അത്രയ്ക്ക് കൊള്ളത്തില്ലെന്ന് പറയും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനൊന്നുമല്ല, നല്ല മനോഹരമായിട്ടുണ്ട്, എന്ത് ഭംഗിയാ ഡിസൈൻ കാണാൻ. അവൾ പലതും ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് വെക്കാറുണ്ട്, അതെല്ലാം നമ്മുടെ കമ്പനിക്ക് നല്ല മുതൽക്കൂട്ടായി മാറുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകും. അപ്പോൾ ജലജ അനാമികയോട് പറയുന്നുണ്ട്, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ലാത്ത, ഈ മാല എടുത്ത് അഭി നയനയുടെ ബാഗിനകത്ത് വെച്ചതായിരുന്നു, പിന്നെ അതെങ്ങനെയാണ് തിരിച്ച് ആദർശിൻ്റെ കയ്യിൽ ചെന്നെന്നൊക്കെ, അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേന് അനാമിക പറയും, എന്ത് പ്രശ്നം നടക്കാൻ, ഇപ്പം ഒരു കാര്യം നടക്കുന്നില്ല, ആകെ നടന്നത് അമ്മായിയുടെ മനസ്സിലേക്ക് അവൾ ഇടിച്ചു കയറി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളെന്ന് പറയും. എന്നാലും അതെന്താണെന്ന് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ജലജ. എന്നാൽ അഭി ആകെ ടെൻഷനിലാണ്. താൻ ചെയ്തത് ആരും കണ്ടോ എന്നോ അറിയത്തില്ല, എന്നാലിട്ട് കാര്യങ്ങളൊന്നും താൻ വിചാരിച്ച പോലെ നടന്നിട്ടുമില്ല. ഇനി അമ്മ എങ്ങാനും വിളിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും ദൈവമേ എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്താണ് ജലജ വിളിക്കുന്നത്. എന്താ സംഭവിച്ചത്, നീയല്ലേ പറഞ്ഞ ആ മാല എടുത്ത് അവളുടെ ബാഗിൽ വെച്ചെന്ന്, എന്നിട്ട് ഇപ്പോൾ അവൾ ആ മാല ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഇങ്ങോട്ട് ആദർശ് ഏട്ടത്തിക്ക് അയച്ചു തന്നല്ലോ എന്ന് പറയും. അമ്മ, ഞാനത് ഉറപ്പായിട്ടും ആദർശിൻ്റെ ബാഗിൽ നിന്നെടുത്ത് നയനയുടെ ബാഗിനകത്ത് വെച്ചതാണ്, എന്നിട്ട് പിന്നെ അതിനിടയിൽ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലെന്ന് പറയും. എന്നാലും അവിടെ ഒരുപാട് CCTV ഒക്കെ ഉള്ളതല്ലേ, അതിനകത്ത് വല്ലതും പെട്ട് കാണുമോ എന്ന് ചോദിക്കും. ഞാൻ എല്ലാ CCTVയും കേടാക്കി വെച്ചതായിരുന്നു, പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലെന്ന് പറയും. നീ ഒരു വെറും മണക്കൂസാ, നിന്നെ ഓരോ നീപ്പിച്ചപ്പോഴേ ഓർക്കണമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന്. ഇനിയിപ്പോൾ എന്തൊക്കെ ഇതിൻ്റെ പേര് വരുമെന്ന് ആർക്കറിയാം, ആദർശ് ചിലപ്പം നിന്നെ നിരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയുമ്പോഴത്തേന് ശരിക്കും അഭി എന്ന് ഞെട്ടുന്നുണ്ട്. ഉടനെ പറയും, നീ എന്നാണേലും ഒന്ന് സൂക്ഷിച്ചോ, ഇതിൻ്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ട ഗതികേട് വരുമോ എന്നുള്ള പേടിയില്ല ഞാനെന്ന് ജലജ പറഞ്ഞ് അഭിയെ പേടിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവയാനി ഇരുന്ന് ഇങ്ങനെ ഓർക്കുന്നതാണ്. നമുക്കും അറിയത്തില്ലല്ലോ കാര്യം എങ്ങനെയാണ് നയനെ രക്ഷപ്പെട്ടെന്നുള്ള കാര്യം. അപ്പോൾ അതിങ്ങനെ കാണിക്കുന്നുണ്ട്. ദേവയാനിക്ക് നയനെ എങ്ങനെയും രക്ഷപ്പെടുത്തണമല്ലോ. അപ്പം ദേവയാനി റൂമിൽ വന്നിട്ട് അലമാരി തുറന്നൊരു പുതിയ ഫോൺ എടുക്കുന്നുണ്ട്. അതാ ദേവയാനിയുടെ ആങ്ങളയുടെ മകൻ ഗൾഫിൽ നിന്ന് കൊണ്ട് കൊടുത്തതാണ്. ആ ഫോണോ അതിൻ്റെ നമ്പരോ ഒന്നും ഇവിടെ വീട്ടിൽ ആർക്കും അറിയത്തില്ല. അപ്പോൾ ആ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കുകയാണ് നയനയ്ക്ക്. അപ്പം നയന ഓഫീസിലിരുന്ന് ഇങ്ങനെ ഒരുങ്ങുകയാണ് ജുവലറി പോകാൻ നേരത്ത്. അന്നേരമാണ് ഈ മെസ്സേജ് വരുന്നത്. നയന ആ മെസ്സേജ് വായിച്ച് നോക്കുന്നുണ്ട്. നിങ്ങൾ ഡിസൈൻ ചെയ്ത ആ മാല നിങ്ങളുടെ ബാഗിൽ തന്നെ ഒരാളെടുത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ കള്ളിയാക്കാനാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ്. ഉടനെ നയന അത് ശരിയായിരിക്കുമോ, എന്നെ അങ്ങനെ ആരെങ്കിലും കളിപ്പിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നയന ഉടനെ ബാഗിൽ ചെന്ന് നോക്കുമ്പോൾ ആ മാല ബോക്സോ
കൂടി നയനയുടെ ബാഗിലുണ്ട്. നയനയ്ക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട്. നയന എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആദ്യം ഇതും കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ആദർശിൻ്റെ റൂമിലേക്ക് ചെല്ലും. എന്നിട്ട് ആദർശ് ആ സമയത്ത് റൂമിൽ എന്തോ ലാപ്ടോപ്പിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നയനെ കണ്ടു കഴിയുമ്പോഴത്തേനും ആദർശ് പറയും, നീ റെഡിയായോ, നമ്മൾ ജ്വല്ലറിയിലേക്ക് പോകാം എന്ന് പറയും. അന്നേരം ആദർശിനോട് നയന ചോദിക്കും, ആദർശേട്ടാ ആ മാല ഒന്ന് ബാഗിലുണ്ടോ എന്ന് നോക്കാൻ പറയും. അത് ഞാൻ ബാഗിൽ വെച്ചതായിരുന്നല്ലോ എന്ന് പറയും. എന്നാലും ഒന്ന് നോക്ക് എന്ന് പറയും. അന്നേരം ആദർശം എന്ന് നോക്കുമ്പോഴത്തേനും ബാഗിനകത്ത് മാലയില്ല. ആ മാല എന്ത് ചെയ്യും, ഞാൻ ഇതിനകത്ത് വെച്ചതാണല്ലോ എന്ന് പറയും. അന്നേരത്തേന് ആ നയനെ ആ ബോക്സ് ഇങ്ങനെ പാത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് മുമ്പിലോട്ട് കൊടുക്കും. നീ ഇത് കൊണ്ട് പോയായിരുന്നോ എന്ന് ചോദിക്കും. ഞാൻ അത് എടുത്തുകൊണ്ട് പോയൊന്നുമില്ലായിരുന്നു, പക്ഷെ ആരോ എൻ്റെ ബാഗിനകത്ത് അതെടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് വന്നപ്പോൾ ഞാൻ നോക്കിയതാന്ന് പറഞ്ഞ് ആ മെസ്സേജ് എടുത്ത് ആദർശിനെ കാണിക്കുന്നുണ്ട്. ആദർശ് അന്നേരം എന്നാലും ഇതൊക്കെ ആരാ ചെയ്തേ, ഇങ്ങനെ മെസ്സേജ് അയച്ചതും ആരായിരിക്കും എന്നൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം നയന പറയും, ഞാൻ ട്രൂ കോളറിൽ നോക്കിയായിരുന്നു, പക്ഷെ അത് ആരാണെന്ന് മനസ്സിലായില്ല, പേര് വ്യക്തമല്ല എന്ന് പറയും. ദേവയാനിയാണെങ്കിൽ ആകെ സന്തോഷത്തിലാണ്. നയനെ രക്ഷപ്പെട്ടല്ലോ എന്ന് മനസ്സിലോർക്കുന്നുണ്ട്. എൻ്റെ മരുമോൾ നല്ലവളാണ്, അവളെ ആരൊക്കെ എന്തെങ്കിലും ചെയ്ത് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ സമ്മതിക്കില്ല, ആദർശം നയനയും തമ്മിൽ പിരിയാനും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ മനസ്സിലോർത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ട് വരുന്നത്. എന്നാലും എൻ്റെ ഏട്ടത്തി അവളുടെ ഒരു ഭാഗ്യം വല്ലാത്തതാണ്, എന്തെല്ലാം ചെയ്തിട്ടും അവളെ ഈ വീട്ടിൽ പുറത്താക്കാൻ പറ്റുന്നില്ലല്ലോ. ഇന്നാണെങ്കിൽ അഭി മാക്സിമം നോക്കിയതാണ് അവളെ പുറത്താക്കാനായിട്ട്, എന്നിട്ട് അത് നടന്നില്ലെന്ന് പറയും. അപ്പോഴത്തേന് ദേവേന ചോദിക്കുന്നുണ്ട്, നിൻ്റെ മകൻ എന്ത് ചെയ്തെന്നാന്ന്. അണ്ണ പറയും, അല്ല ആ മാല എടുത്ത് നയനയുടെ ബാഗിനകത്ത് അവൻ വെച്ചതായിരുന്നു, എന്നിട്ടും അതെങ്ങനെ തിരിച്ച് ആദർശിൻ്റെ ബാഗിൽ ചെന്നെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നൊക്കെ ദേവയാനിയോട് ജലജ പറയുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നത് കേൾക്കുമ്പോഴത്തേന് തന്നെ ദേവയാനിക്ക് അങ്ങ് ഉള്ളിൽ ചിരിയും വരുന്നുണ്ട്. നിൻ്റെ മകനെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ അന്നേരം ഓർത്തോ ഇതൊന്നും നടക്കത്തില്ലെന്ന് എന്നൊക്കെ പറയുമ്പോഴത്തേന് ദേവയാനിയോട് ജലജ പറയും, എന്തൊക്കെയെന്ന് പറഞ്ഞാലും അവളുടെ ഡിസൈൻ അതൊരു വല്ലാത്ത ഡിസൈൻ തന്നെയാണ്, എന്ത് നല്ല ഭംഗിയാണ് ആ ഡിസൈന്. അത് ഈ പ്രാവശ്യം നമ്മളെ ഈ ഗ്രൂപ്പിൻ്റെ തന്നെ നല്ല കച്ചവടത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. വിഷുവിനും ഓണത്തിനെ പോലെ തന്നെ നമ്മുടെ കടയിൽ സെയിൽ നടക്കാൻ ഈ ഒരു ഒറ്റ കളക്ഷൻ മതി എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ദേവയാനി ഉടനെ പറയും, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവളെ ഇനിയും പുറത്താക്കാനായിട്ട് ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുമ്പോൾ നീ എന്നോടുകൂടെ പറഞ്ഞേക്കണം, എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അത് തിരുത്താൻ എന്നെക്കൊണ്ട് പറ്റുമല്ലോ, അതുകൊണ്ട് എന്നോട് പറയാതെ ഒന്നും ചെയ്തേക്കരുത് കേട്ടോന്ന്, അത് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളെന്ന് ജലജ പറയും. എന്നിട്ട് അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, ഇവൾ എന്നോട് അതൊക്കെ അന്നേരം പറഞ്ഞാൽ മാത്രമല്ലേ എനിക്ക് എൻ്റെ മരുമോളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ, അവളെ എൻ്റെ കൂടെ നിർത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്നു. അപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ മുഖത്തൊരു ടെൻഷൻ പോലെയെന്ന്. ഒന്നുമില്ല ആദർശേട്ടാ, എനിക്കങ്ങനൊന്നും ഇല്ലെന്ന്. അതല്ല, നമ്മൾ ഇന്ന് ജുവലറി ചെന്ന് ഈ മാല പ്രദർശിപ്പിച്ച സമയത്ത് നിൻ്റെ മുഖത്ത് മാത്രം ഒരു സന്തോഷവും ഇല്ലായിരുന്നു, ആകെ ടെൻഷനിലായിരുന്നല്ലോ എന്ന് പറയും. എനിക്കങ്ങനൊന്നും ഇല്ല, ഞാനൊന്ന് സന്തോഷിച്ചാൽ നിന്നെന്ന് പറയും. എടാ, ഇവിടുത്തെ ക്യാമറ മാത്രമേ കേടായിട്ടുള്ളൂ, അവിടുത്തെ ക്യാമറയിലൊന്നും ഒരു കുഴപ്പമില്ല, ആ ക്യാമറയിലെല്ലാം ഞാൻ നോക്കിയതാണ്, നിൻ്റെ മുഖം മാത്രമേ ഉള്ളൂ ഇങ്ങനെ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നിയെന്ന് ചോദിക്കും. അത് നിനക്ക് എന്നെ ഇത്ര പ്രശ്നമെന്ന് ചോദിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനൊരു കാര്യത്തിലും പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ, ഞാനിപ്പം മര്യാദയ്ക്കല്ലേ ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എടാ, നിനക്ക് അറിയാമല്ലോ, എനിക്കാണ് ഇപ്പോൾ 3 ബ്രാഞ്ചിൻ്റെ ആണ് ചുമതല കൊടുത്തിരിക്കുന്നത്, ഇനി അത് താമസിയാതെ 5 ആകും. പക്ഷേ അന്നൊരു നീയാണ് ഇവിടുത്തെ വെറും ഒരു എംപ്ലോയി ആയിട്ട് കഴിയുന്നത്, അത് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കണമെന്ന് പറയും. ഉള്ളത് പറയാമല്ലോ ആദർശേട്ടാ, എനിക്കാണ് ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല, അത് എൻ്റെ ഒരു സങ്കടത്തിൻ്റെ കാരണമെന്ന് പറയും. നിനക്ക് എന്നെ ഇതിന് മാത്രം ചിലവെന്ന് ചോദിക്കും. നീ വീട്ടിലെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിൻ്റെ ഭാര്യയുടെ കാര്യത്തിന് അതിനും നീ 1 രൂപ പോലും മുടക്കുന്നില്ല, അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനും നയനയുമാണ് എത്തിച്ചു കൊടുക്കുന്നത്, അല്ലാതെ നീ ആയിട്ട് നവിയുടെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം. പിന്നെ നിൻ്റെ ഉള്ള ആവശ്യമെന്ന് പറഞ്ഞാൽ നിനക്ക് കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ കൂടെ കറങ്ങി നടക്കണം, അവളുമാരെ വലിയ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യണം, അതിനൊക്കെ കാശ് തികയുന്നില്ലെന്നല്ലേ നീ പറഞ്ഞെന്ന് ചോദിക്കും. ഞാനിപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല, ഞാൻ നല്ല ഡീസൻ്റായിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഭവ്യതയോടെയാണ് ആദർശിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് നിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ തെളിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് നീ ഇവിടെ ഇപ്പം നിൽക്കുന്നത്. നീ ഒരു കാര്യം ഓർത്തോണം, എൻ്റെ കയ്യിൽ ആ തെളിവുകളെല്ലാം വരുവാണെങ്കിൽ ആ സമയത്ത് തന്നെ നീ ഈ ഓഫീസിൽ നിന്ന് പുറത്താണെന്നുള്ള കാര്യം നീ ഓർത്ത് വെച്ചേക്കണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആദർശ് അങ്ങ് ഇറങ്ങിപ്പോകുന്നുണ്ട്. അഭി അന്നേരത്തിന് ഓർക്കുന്നുണ്ട്, ഇവനെ കൊണ്ട് ഒട്ടും പൊറുതിയില്ലാതായല്ലോ, ഇവനാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, ഇനിയിപ്പോൾ
ഇനിയിപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഈ സംശയം തോന്നിയിട്ടാണോ ഇങ്ങനെ വന്ന് പറഞ്ഞെന്നൊക്കെ അത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നയന ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനയുടെ മനസ്സിലേക്ക് ആ മെസ്സേജിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. ഉടനെ നയന ഫോൺ എടുത്തിട്ട് നന്ദുവിനെ വിളിക്കും. മോളെ, നിൻ്റെ ഒരു കൂട്ടുകാരിയില്ലേ സൈബർ സെല്ലിൽ ജോലിയുള്ളത്, അവളോട് എനിക്കൊരു സഹായം ചെയ്തു തരാമോ എന്ന് ചോദിക്കും. അതിനെന്താ ചേച്ചി പറഞ്ഞാൽ മതി, അവളെ ആ നിമിഷം തന്നെ ചെയ്തു തരുമെന്ന് പറയും. എന്നാൽ ഞാനൊരു നമ്പർ തരാം, അത് ആരുടേതാണെന്നൊന്ന് ചെക്ക് ചെയ്ത് പറയണമെന്ന് പറയും. അതിനെന്താ ചേച്ചി അയക്കാൻ പറഞ്ഞ് ആ നമ്പർ ഉടനെ നയന അയച്ചു കൊടുക്കും. ഉടനെ ഇതാരുടെ ചേച്ചി എന്ന് ചോദിക്കും. ആരുടെയാണെന്നറിയാമായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് നീ ഇത് ആ കൂട്ടുകാരിയോട് ചോദിച്ചിട്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയണമെന്ന് പറയും. അതിനെന്താ ചേച്ചി, ഞാൻ ഇന്ന് തന്നെ അവൾക്ക് ഈ നമ്പർ സെൻഡ് ചെയ്തേക്കാം, അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചി അറിയിക്കാൻ കേട്ടോ എന്ന് നന്ദുവും പറയും. അന്നേരം ഇങ്ങനെ നയന ഇരുന്ന് ആലോചിക്കുകയാണ്, ഇത് ആരുടെ നമ്പരായിരിക്കും, ആരായിരിക്കും തന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നത്, കണ്ടുപിടിക്കുക തന്നെ ചെയ്യണമെന്നൊക്കെ ഓർത്തിരിക്കുന്ന നയനയുടെ മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.